മഴനുള്ളും തുള്ളികൾ കരളോരം വീഴവേ നിനവാ ജീവന്റെ നിഴലായി ഒരു പെണ്ണിൻ്റെ ബന്ധുക്കളും കാര്യങ്ങളും എല്ലാവരും ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ചെറുക്കൻ്റെ വീടും പരിസരവും എല്ലാം കണ്ട് പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്നാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ടായത്. നമ്മുടെ വായിൽ നിന്നും അറിയാതെ വീണു പോകുന്ന ചില വാക്കുകൾക്ക് പലപ്പോഴും പൊന്നു വില കൊടുക്കേണ്ടി വരാറുണ്ട് അല്ലെ. അതുകൊണ്ടാണല്ലോ പഴമക്കാർ പറയുന്നത് കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാനാവില്ല എന്നുള്ളത്. എന്നിരുന്നാലും അത്തരത്തിൽ വാവിട്ടൊരു വാക്ക് കാരണം പുലിവാല് പിടിച്ചിരിക്കുകയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അരുൺ ജെ ആരാണ് എന്താണെന്നുള്ളത് ഞാനായിട്ട് ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തിയതിന്റെ ആവശ്യമില്ലല്ലോ. ഒരു കോമഡി കണ്ടന്റ് ക്രിയേറ്റർ ആണ്. സ്വന്തം അനുജത്തെയും അമ്മയെയും അച്ഛനെയും ഒക്കെ വെച്ച് ഒരുപാട് കോമഡി കണ്ടന്റുകൾ ഇവൻ ചെയ്യാറുണ്ട്. പലതും അമ്പൻ ഹിറ്റുമാണ്. എനിക്കെന്ത് ഇവരുടെ കണ്ടന്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടെ ഇവരുടെ കണ്ടന്റുകൾ കാണാറുണ്ട്. എല്ലാം ഒന്നും ഇങ്ങനെ കുത്തിരുന്ന് കാണാറില്ല എങ്കിൽ പോലും ഇങ്ങനെ റീൽ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് 2-3 ഇങ്ങനെ ഇടയ്ക്കിടെ കാണാറുണ്ട്. ചിലതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാറുമുണ്ട്. എന്തോ ഇവരുടെ കുടുംബം മൊത്തത്തിൽ നല്ല അഭിനയമാണ്. എനിവേ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. റീസെന്റ് ഈ പറയുന്ന അരുൺ ജെയുടെ പെണ്ണ് കാണലായിരുന്നു. അങ്ങനെ പെണ്ണ് കാണാൻ പോയ സമയത്ത് ഇവൻ എന്താക്കി അതൊരു റീലാക്കി എടുത്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തു. അത് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആവുകയും ചെയ്തു. യൂട്യൂബിൽ മാത്രം ഇതുവരെ 35 ലക്ഷത്തോളം ആളുകളാണ് ആ വീഡിയോ കണ്ടത്. അത്രത്തോളം അത് റീച്ചായി മാറി എന്നുള്ളതാണ്. എന്തായാലും ഇത്രയും റീച്ച് കിട്ടിയതോടെ ഇവനെന്താക്കി പെണ്ണ് കാണാൻ പോയി വന്നതിന് ശേഷം കല്യാണത്തിന് മുന്നോടിയായിട്ട് പെണ്ണിന് സാരി എടുക്കാൻ പോകുന്ന ചടങ്ങ് ഇവനൊരു വ്ളോഗാക്കി ചെയ്തു. ആ വ്ളോഗിന് തുടക്കത്തിൽ ഇവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ശരിക്കും ഇവന്റെ കയ്യിൽ നിന്ന് പോയത്. അതോടെ ഇവൻ കുറച്ച് ദിവസത്തേക്ക് കേരള എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഇവൻ എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. അവിടെ പോയി കണ്ടു, അവരെ ഇങ്ങോട്ട് ക്ഷണിച്ചു. അപ്പം അവിടെ നിന്നൊരു ബറ്റാലിയൻ ആൾക്കാർ ഇങ്ങോട്ട് വന്നു. ഒരു പെണ്ണിൻ്റെ ബന്ധുക്കളും കാര്യങ്ങളും എല്ലാവരും ഇവിടെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ചെറുക്കൻ്റെ വീടും പരിസരവും എല്ലാം കണ്ട് പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ തിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അന്നാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ടായത്. ഇവന്റെ ഈ ഡയലോഗാണ് കയ്യിൽ നിന്ന് പോയത്. അതായത് പെണ്ണിന്റെ വീട്ടിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ ഇങ്ങോട്ട് വന്നു, എന്നിട്ട് മുക്കാൽ ചെമ്പ് ബിരിയാണി അടിച്ച് കയറ്റി ആ കച്ചവടം ഞങ്ങൾ ഉറപ്പിച്ചു എന്നുള്ള ഇവന്റെ ഈ ഡയലോഗ് ഉണ്ടല്ലോ, ഇതാണ് കയ്യിൽ നിന്ന് പോയത്. ഇത് കണ്ട ആളുകൾ പല രീതിയിലും ഇവന്റെ വാക്കുകളെ ഇന്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പെൺവീട്ടുകാർക്ക് കഴിക്കാൻ കൊടുത്തതിന്റെ ഭക്ഷണത്തിന്റെ കണക്ക് പോലും പറയാൻ നിനക്ക് നാണമില്ലടാ എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ അവസാനം ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചു എന്നുള്ളത്. കല്യാണം ഉറപ്പിക്കുന്നതിനെ കുറിച്ചാണ് ഇവന് കച്ചവടം അങ്ങ് ഉറപ്പിച്ചു എന്ന ഡയലോഗ് അടിച്ചത്. അത് മെജോറിറ്റി ഓഫ് വരുന്ന ആളുകൾക്ക് പിടിച്ചില്ല എന്നുള്ളതാണ്. അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കല്യാണം ഉറപ്പിക്കലിന് ഇവരെങ്ങനെയാണ് കച്ചവടം ഉറപ്പിച്ചു എന്നുള്ള രീതിയിൽ പറയാ. അപ്പൊ ഇവന് കല്യാണത്തിന് കച്ചവടമായിട്ടാണോ കണ്ടത്? അങ്ങനെയെങ്കിൽ പെണ്ണെ ഇവനെ നീ സൂക്ഷിച്ചോ എന്നുള്ള രീതിയിലാണ് മറ്റൊരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെട്ടത്. എന്തായാലും മൊത്തത്തിൽ ഇവനെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അറഞ്ചം പുറഞ്ചം ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ തെറിവിളികളായിരുന്നു. ഞാൻ ചില കമന്റുകൾ വായിച്ചുതരാം. നാളെ നിന്റെ സഹോദരിക്കും ഇതുപോലൊരു ദിവസം വരും എന്നെങ്കിലും ഓർക്കണമായിരുന്നു. പെണ്ണ് പാവം പെട്ടു, ഒരു തരത്തിലും കോമൺ സെൻസ് ഇല്ലാത്ത ചേട്ടൻ. പെണ്ണെ നീ മുങ്ങിക്കോ അല്ലെങ്കിൽ ഗോവിന്ദ. സത്യം, നാളെ ഇവന്റെ വായിന്ന് എന്തൊക്കെ വീഴും. ഇത് സാമ്പിൾ. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. കല്യാണം കച്ചവടം, സംസ്കാരം, അന്തസ്സില്ലാത്ത സംസാരം. അനിയത്തിയുടെ കല്യാണം ഇതുപോലെ കച്ചവടമാക്കുവോ? ഇവന് പെണ്ണ് കൊടുത്ത ആ പെണ്ണ് വീട്ടുകാരുടെ അവസ്ഥ. ഇങ്ങനെ നീളുന്നു കമന്റ് ബോക്സ്. തെറിവിളി എന്ന് പറഞ്ഞാൽ ഫുൾ തെറിവിളിയാണ് കമന്റ് ബോക്സിൽ മക്കളെ. സംഭവം മൊത്തത്തിൽ ഇവന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് പലരും കമന്റ് ബോക്സിൽ എഴുതി പിടിപ്പിച്ച് വെച്ചേക്കുന്നത്. എന്തായാലും അരുൺ ജെയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് നല്ലോണം മനസ്സിലാക്കാൻ പറ്റും. കാരണം മുമ്പ് ഇതേപോലെയുള്ള സിമിലർ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതെന്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്ക് അറിയാം. ഇപ്പൊ ഈ എന്റെ 5 കൊല്ലത്തെ യൂട്യൂബ് ജീവിത ചരിത്രത്തിൽ 2-3 തവണ ഞാൻ എയറിലായിട്ടുണ്ട്. എയറിലാവെന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു എയർല വരായിരുന്നു മക്കളെ. അതിൽ ചിലതൊന്നും ഞാൻ ജീവിതത്തിൽ ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. ആ ലെവലിൽ ഞാൻ മുമ്പ് 2-3 വട്ടം എയറിലായിട്ടുണ്ട്. അത് ഇതേപോലെ ഞാൻ പബ്ലിക്കിൽ വന്ന ചില വാക്കുകൾ ഒന്ന് നാക്കുളുക്കി പോയതാണ് സംഭവം. അങ്ങനെ ഒളിക്കിയ സമയത്ത് ഞാൻ പോലും ചിന്തിക്കാത്ത ലെവലിലാണ് എന്റെ വീഡിയോ കണ്ട ആളുകൾ എന്റെ വാക്കുകൾ വളച്ചൊടിച്ചു കൊണ്ടുപോയി എത്തിച്ചത്. പലതും കണ്ടിട്ട് ഞാൻ പോലും അന്തം വിട്ടു പോയിട്ടുണ്ട്. അതാണ് മക്കളെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ചിലതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ നമ്മൾ വിചാരിച്ചോടുത്ത് നിൽക്കില്ല. അത് നമ്മൾ എത്ര സൂക്ഷിച്ചാലും ശരി. ഇപ്പൊ എന്റെ കാര്യം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ വളരെ സൂക്ഷിച്ചു കണ്ടും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് ഞാൻ ചുമ്മാ നിങ്ങളുടെ മുന്നിൽ ആളാവാൻ വേണ്ടി തട്ടിവിടുന്നതല്ല കേട്ടോ. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനൊരു സ്ക്രിപ്റ്റ് ആക്കി ഒരു പേപ്പറിലാണ് അതുപോലെ എഴുതി വെക്കും. എഴുതി വെക്കും മീൻസ് ഈച്ച് ആൻഡ് എവറി വേർഡ്സ് ഞാൻ നുള്ളിപ്പെറുക്കി എഴുതി വെക്കും. ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോക്ക് പ്രിപ്പയർ ചെയ്ത സ്ക്രിപ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഈ വീഡിയോക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്ത സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഏകദേശം 4 പേജിന്റെ അടുത്തോളം ഉണ്ട്. ഇനി ഈ വീഡിയോക്ക് വേണ്ടി ഞാൻ എഴുതിയ സ്ക്രിപ്റ്റിന്റെ തുടക്കം ഒന്ന് വായിച്ചു തരാം. നിങ്ങളിത് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. എഴുതിയത് എനിക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. എന്നാലും ഞാൻ വായിച്ചു തരാം. പലപ്പോഴും നമ്മുടെ നാവിൽ നിന്നും അറിയാതെ വീണു പോകുന്ന ചില വാക്കുകൾക്ക് പൊന്നു വില കൊടുക്കേണ്ടി വരാറുണ്ട് അല്ലേ. അതുകൊണ്ടാണ് പലരും പറയുന്നത് കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാനാവില്ല എന്നുള്ളത്.
ഇത് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ അടിച്ച ഡയലോഗാണ്. ഇങ്ങനെ ഈച്ച് ആൻഡ് എവരി വേർഡും നുള്ളിപ്പെറുക്കി എഴുതി വെച്ചിട്ടാണ് ഞാൻ ഓരോ കണ്ടന്റും പ്രിപ്പയർ ചെയ്യുന്നത്. ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ പോലും ചെയ്യുന്നുണ്ടാവില്ല. ഞാൻ മാത്രമേ ഇങ്ങനെ ഓരോ വേർഡും നുള്ളിപ്പെറുക്കി എഴുതി വെച്ച് ചെയ്യുന്നുള്ളൂ. പിന്നെ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് എഴുതുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഇതുപോലെ ഓരോ വാക്കും നുള്ളിപ്പെറുക്കി എഴുതി വെക്കുന്ന ഒരാൾ പോലും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ടോപ്പാണെന്നൊന്നല്ല കേട്ടോ. അപ്പൊ അത്രയും കണ്ണിങ് ആയി വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓരോ പോയിന്റ്സും കൃത്യമായി കണ്ണിങ് ആയി ക്രിസ്റ്റൽ ക്ലിയർ ആയി പബ്ലിക്കിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ പലരും പറയാറുള്ളത് പോലെ ഒരു കണ്ടന്റ് അങ്ങ് കിട്ടുമ്പോഴേക്കും ക്യാമറ ഓൺ ആക്കി വായ തോന്നി വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഞാൻ അങ്ങനെ ഇന്നേ വരെ ഒരു കണ്ടന്റ് ചെയ്തിട്ടുമില്ല. ഏതൊരു കണ്ടന്റ് ചെയ്യുകയാണെങ്കിലും ഞാൻ കൃത്യമായി നോക്കിയും കണ്ടും ഇതേപോലെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടേ ചെയ്യാറുള്ളൂ. ഒരു സ്ക്രിപ്റ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം 2-3 മണിക്കൂർ വേണം. അത്രയും സമയം സ്പെൻഡ് ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതിയിട്ടാണ് ഞാൻ ഓരോ കണ്ടന്റും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഒക്കെ ആയിട്ട് വേറെ ഇഷ്ടം പോലെ സമയം വേണ്ടി വരും. എങ്ങനെ നോക്കിയാലും ഒരു 4-5 മണിക്കൂറിൽ ഒരു മെനക്കേടാണ് ഒരു വീഡിയോ എന്ന് പറയുന്നത്. അങ്ങനെ 2 വീഡിയോ ദിവസം ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു വീഡിയോ കൂടെ ഞാൻ എടുക്കുന്ന എഫേർട്ട് എത്രത്തോളം എന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത്രയും കണ്ണിങ് ആയി ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയി വീഡിയോ ചെയ്യുന്ന ഞാൻ പോലും പലപ്പോഴും ഏറി പോകേണ്ടി വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മൾ അസ്ഥാനത്ത് അടിക്കുന്ന ചില കോമഡികളാണ്. നമ്മൾ ചിലപ്പോൾ അടിപൊളി കോമഡി ആണെന്ന് വിചാരിച്ച് പബ്ലിക്കിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ആളുകൾ അതേപോലെ കോമഡി എടുത്തോളണമെന്നില്ല. നമ്മൾ വിചാരിക്കാത്ത ആംഗിളൊക്കെ ആൾക്കാർ ഇത് ചിന്തിച്ചെടുത്ത് കൊണ്ടുപോയി കളയും. അങ്ങനെ ഞാൻ മുമ്പ് 2-3 വീഡിയോകളും വലിയ കോമഡി ആണെന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ചില സംഭവങ്ങളാണ് എന്റെ കയ്യിൽ നിന്ന് പോയതും ഞാൻ ഏറി പോകാനും കാരണമായത്. അതെന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് ഞാനായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അതിനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എന്റെ മക്കളെ 2 ദിവസം എന്റെ ഉറക്കം കളഞ്ഞ സംഭവങ്ങളാണ് അതെല്ലാം. ഞാനിപ്പോ ഇത്രയും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതൊക്കെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ പറയണമെന്ന് ഞാൻ കുറെ കാലമായി ആഗ്രഹിക്കുന്നത്. അപ്പൊ ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ബാക്ക് ടു അരുൺജയിലേക്ക് തന്നെ വരാം. എന്തായാലും സംഭവം കയ്യിൽ നിന്ന് പോയി എന്ന് അറിഞ്ഞതോടെ ഈ അരുൺജയ എന്താക്കി ഇതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അതല്ല എങ്കിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് ഇനിയും പറഞ്ഞില്ലെങ്കിൽ സത്യം പറയല്ല എൻ്റെ ഉള്ളിൽ തന്നെ ആ സാധനം കിടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ആൾക്കാർ എന്നെ ഇങ്ങനെ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ ഒരു അഹങ്കാരിയായ രീതിയിൽ എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അത് ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് വലിയ ഒരു എന്താ പറയുക ഒരു കുറ്റക്കാരൻ അല്ലെങ്കിൽ ഒരു തെറ്റുകാരനായി മാറും. അതിനേക്കാൾ നല്ലത് ഞാൻ ആദ്യമേ തന്നെ പറയുകയാണെങ്കിൽ പലരും ഇങ്ങനെ കമൻറ്റിൽ വന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അവിടെ മറുപടി ഞാൻ കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ഓരോരുത്തരായി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വെഡ്ഡിങ് സാരി എടുക്കാൻ പോയി എന്നുള്ള സംഭവങ്ങളെ. അപ്പം അത് ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഞാനിങ്ങനെ വന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഇൻട്രോയിൽ ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അത് റോങ് ഇൻറ്റൻഷനോട് പറഞ്ഞതല്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വളരെ ലളിതമായിട്ട് അല്ലെങ്കിൽ ഒരു കാഷ്വൽ ടോക്കിൻ്റെ ഇടയിൽ ഒരു തമാശ രൂപേണ അങ്ങ് പറഞ്ഞു പോയ ഒരു കാര്യമാണ്. അതായത് പെണ്ണ് വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു, അവരൊക്കെ കണ്ട് എല്ലാം ഇഷ്ടമായി. അങ്ങനെ നമ്മൾ പിന്നെ ഒരു മുക്കാച്ചെമ്പ് ബിരിയാണിയിൽ നിന്ന് അവർ ആ കച്ചവടം അങ്ങ് ഉറപ്പിച്ചിരിക്കുകയാണ് എന്നത് ഞാൻ പറഞ്ഞു. ആ സമയത്ത് ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ അല്ല എൻ്റെ തലയിലേക്കുള്ള ഓടിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് രായമണക്കത്തിൽ മമ്മൂക്ക പറയുന്ന സാധനമാണ് എൻ്റെ തലയിലും. അതെപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ തോർത്തുമുണ്ട് മുടക്കി അല്ല തോർത്തുമുണ്ട് പിടിച്ച് നമ്മൾ ഈ കച്ചവടം ഉറപ്പിച്ചത്. അതോ എന്താ പറയുക അല്ല ഒരു സീനുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കട്ടെ. സകല മലയാളിമാരെ ഇങ്ങാട്ടി വിളിച്ചു വരുത്തി നല്ല പൊളപ്പം 30 ചെമ്പ് ബിരിയാണി വെച്ച് തീറ്റിച്ചിട്ടാണ് ഞാൻ 30 ചെമ്പ് ബിരിയാണി എന്നോട്. ഓക്കെ, അതിൽ 30 ചെമ്പ് ബിരിയാണി ഞാനത് കേട്ടത് മുക്കാ ചെമ്പെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ രീതിക്കാണ് പറഞ്ഞത്. അങ്ങനെ പറയാത്ത എന്തുകൊണ്ടും നന്നായി. നീ രാജമാണിക്യത്തിൽ അതേപോലെ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ എന്താണ് പോത്ത് കച്ചവടത്തിനാണോടാ വന്നതെന്നുള്ള രീതിയിലുള്ള കമന്റുകൾ കേട്ടേനെ. ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടെ ഈ രീതിയിൽ അവസാനിച്ചു. ഇതിലും ബാക്കി പറഞ്ഞതായാലും പറഞ്ഞു പോയത് അല്ല. അപ്പോൾ അതിൽ കുറേ പേര് ഇങ്ങനെ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതിപ്പം അവർ വന്ന് കഴിച്ചതിൻ്റെ കണക്ക് ഞാൻ പറഞ്ഞു എന്നും അതല്ല എങ്കിൽ എന്താ പഴയ ബന്ധുക്കളെ താഴ്ത്തിക്കെട്ടി സംസാരിച്ചു എന്നും പിന്നെ എന്താ പറയുക ഒരുപാട് പിന്നെ മെച്യൂരിറ്റി ഇല്ലാതെ ഞാൻ സംസാരിച്ചു എന്നും പൊളൈറ്റല്ലാതെ സംസാരിച്ചു എന്നും പിന്നെ മര്യാദ കുറച്ചൊക്കെ ആവാം പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാനിത് ഇപ്പോഴെങ്കിലും അത് പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാനത് വലിയൊരു തെറ്റുകാരനാണ്. ഞാൻ അങ്ങനത്തെ ഒരു ദുരുദ്ദേശം ഉദ്ദേശിച്ചു അല്ലെങ്കിൽ ആരെയും കൊച്ചാക്കണമെന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ കഴിച്ചതിൻ്റെ പ്ലേറ്റിൻ്റെ തൂക്കവും കട്ടി എടുത്തിട്ട് ഇത് മുക്കാച്ചെമ്പാണോ അരച്ചെമ്പാണോ എന്നുള്ളത് കൃത്യമായിട്ട് തൂക്കി എണ്ണി പറഞ്ഞതൊന്നുമല്ല. അത് ആ ഫ്ലോയിൽ അങ്ങ് വന്ന് അങ്ങ് പറഞ്ഞു പോയതാണ്. അങ്ങനെ പറഞ്ഞാൽ മതി. ആളുകൾക്ക് തെറി വിളിക്കാൻ അത് തന്നെ ധാരാളം. പ്രത്യേകിച്ച് നിന്റെ കച്ചവടം ഉറപ്പിച്ചുള്ള ഒരു ഒറ്റ ഡയലോഗ് തന്നെ മതി. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആളുകൾ അത് പല രീതിയിൽ അങ്ങ് ഇന്റർപ്രറ്റ് ചെയ്ത് കളയും. ഒന്നും വേണ്ട, ഇവന്റെ വീഡിയോക്ക് താഴെ വന്ന ഒരു കമന്റ് ഞാൻ വായിച്ചു തരാം. പെണ്ണ് വീട്ടുകാർക്ക് ഉളുപ്പുണ്ടെങ്കിൽ ഈ കല്യാണത്തിൽ നിന്നും ഒഴിവാകും. ഇങ്ങനെയൊക്കെയാണ് പലരും കമന്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇവനെ അടിച്ച ഒരൊറ്റ ഡയലോഗ് കൊണ്ട് ആളുകൾ ഏതൊക്കെ രീതിയിൽ ചിന്തിച്ച് തുടങ്ങി നോക്കി നിങ്ങൾ. അതാണ് ഈ ഓഡിയൻസിന്റെ ഒരു ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളെ കുറിച്ച് നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ ആളുകൾ അങ്ങ് ഓഡിറ്റ് ചെയ്ത് കളയും. ഇപ്പൊ റീസെന്റ് നടന്നൊരു ഉത്തമ ഉദാഹരണം ഞാൻ പറയാം. എന്റെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ഇന്നലെ എന്റെ വീഡിയോ കണ്ട ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എന്റെ കണ്ണ് അത്യാവശ്യം വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ വീക്കത്തിന്റെ ബാക്കി കിടപ്പുണ്ട്. അത് സംഭവം മറ്റൊന്നുമല്ല, എന്റെ കണ്ണിൽ കുരു വന്നതാണ്. ഈ ചൂടുകാലം വരുന്ന സമയത്ത് പലപ്പോഴും എന്റെ കണ്ണിൽ കുരു വരാറുണ്ട്. കാരണം അത്യാവശ്യം നന്നായി വിയർക്കുന്ന ഒരു ബോഡിയാണ് എന്റേത്.
അതുകൊണ്ടാകണം എന്റെ കണ്ണിനുള്ളിലൊക്കെ ചൂടുകുരു വന്നത്. എനിവേ, അപ്പൊ അങ്ങനെ ചൂടുകുരു വന്ന സമയത്ത് ഞാൻ ഇന്നലെ എന്റെ വീഡിയോയിൽ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ ഇന്നലത്തെ കണ്ടന്റ് അങ്ങ് അവതരിപ്പിച്ചു പോയി. പക്ഷെ അതിന്റെ കമന്റ് ബോക്സിൽ ചില കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു കമന്റ് ഞാൻ വായിച്ചുതരാം. കണ്ണിനടി കിട്ടി, കിട്ടാതിരിക്കില്ല, അങ്ങനെയാണല്ലോ നാക്ക്, എങ്ങനെ തോന്നി ഇങ്ങനെ ചിലക്കാൻ, എടാ നാറി എന്നുള്ള രീതിയിലുള്ള കമന്റ്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഞാൻ എന്റെ കണ്ണിൽ വീങ്ങിയതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആളുകൾ അത് കണ്ടപ്പോഴേക്കും അങ്ങോട്ട് ഓഡിറ്റ് ചെയ്യാണ്, അങ്ങോട്ട് ജഡ്ജ് ചെയ്യാണ് എനിക്ക് കണ്ണിന് അടി കിട്ടിയതാണെന്നുള്ളത്. അല്ല, അങ്ങനെ ചിന്തിക്കുന്നവരെ ഞാൻ കുറ്റം പറയില്ല കേട്ടോ. കാരണം ഞാൻ ഒരുപാട് വിഷയങ്ങൾ എടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് സെൻസിറ്റീവ് ടോപ്പിക്കുകൾ ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പല വിഷയങ്ങളിലും വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ചില ആൾക്കാർ വിചാരിച്ചു വെച്ചെന്താണ്, ഞാൻ ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ നടത്തുന്നത് കാരണം എന്നെ പുറത്ത് നിന്ന് വെച്ച് ആരോ കണ്ട സമയത്ത് എന്നെ കണ്ണിനിട്ട് ഇടി തന്നതാണെന്നുള്ളതാണ്. ഇതാണ് ആൾക്കാരുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ പറയുക പോലും വേണ്ട, ആളുകൾ അത് വേറെ തരത്തിലേക്ക് ആലോചിച്ച് വളച്ചൊടിച്ച് കളയും. ഇതാണ് ഇവിടുത്തെ ഒരു ഓഡിയൻസിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എന്റെ കല്യാണം കഴിഞ്ഞ് ഇത്രയൊക്കെ ആയിട്ടും എന്റെ ഭാര്യയെ വെച്ച് ഞാനൊരു Q&A വീഡിയോ പോലും ചെയ്യാത്തത്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല മക്കൾ ഓഡിയൻസിന്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. എങ്ങാനും നമ്മുടെ വായിന്ന് എന്തെങ്കിലും വീണ് പോയി കഴിഞ്ഞാണെങ്കിൽ ആളുകൾ അത് എന്തെങ്കിലുമൊക്കെ ആക്കി വളച്ചൊടിച്ച് കളയും. പിന്നെ എന്റെ വൈഫിനും ഇങ്ങനെ Q&A ചെയ്യുന്നതിനോടും പേഴ്സണൽ ലൈഫ് പബ്ലിക് ആക്കുന്നതിനോടും ഒട്ടും താല്പര്യമില്ല. അത് വേറെ കാര്യം. അത് മറ്റൊന്നും കൊണ്ടല്ല. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് എന്റെ നാക്കിൽ നിന്ന് വന്ന പ്രയോഗ കാരണം 2-3 വട്ടം ഞാൻ എയറിൽ പോയി എന്നുള്ളത്. ആ സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നവളാണ് അവൾ. പലപ്പോഴും എന്റെ മൈൻഡ് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് ആശ്വാസം നൽകിയവളാണ് അവൾ. സ്വാഭാവികമായിട്ടും അവൾ ഇതൊക്കെ കാണല്ലേ, അപ്പൊ അവൾക്ക് എനിക്ക് സംഭവം മനസ്സിലായിട്ടുണ്ട്. സോഷ്യൽ മീഡിയ നമ്മൾ വിചാരിച്ച പോലെയല്ല എന്നുള്ളത്. അതുകൊണ്ട് അവളായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നമ്മുടെ പേഴ്സണൽ ലൈഫ് വെച്ച് നമുക്ക് ഇനി ഒരു വീഡിയോ ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ വേണമെങ്കിൽ നമ്മൾ ഇടയ്ക്കൊക്കെ സിനിമക്ക് പോകുന്നതല്ലേ, നമുക്ക് സിനിമ റിവ്യൂ ചെയ്യാം. അതല്ലെങ്കിൽ ബിഗ് ബോസ് തുടങ്ങാൻ പോവല്ലേ, നമുക്ക് ബിഗ് ബോസ് റിവ്യൂ ചെയ്യാം. അല്ലാതെ പേഴ്സണൽ ലൈഫ് വെച്ചുള്ള പരിപാടികൾക്കൊന്നും ഞാനില്ല എന്ന് അവളെ അതേ പറഞ്ഞതാണ്. എന്തായാലും അവളുടെ അഭ്യർത്ഥന മാനിച്ച് നമ്മുടെ സെക്കൻഡ് ചാനലിൽ നമ്മൾ 2-3 സിനിമ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് തീരെ ആക്റ്റീവ് അല്ലാത്ത ചാനൽ ആയതുകൊണ്ട് തന്നെ വലിയ റീച്ച് ഒന്നും ആയിട്ടില്ല. എന്തായാലും അത് അവിടെ കിടക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ നമ്മൾ അസ്ഥാനത്ത് അടിക്കുന്ന ചില കോമഡികൾ എല്ലാവരും ആ രീതിയിൽ എടുത്തോളണമെന്നില്ല. നമ്മൾ വിചാരിക്കാത്ത ലെവലിലേക്ക് ആൾക്കാരെ അങ്ങ് ചിന്തിച്ച് കളയും. നമ്മൾ പറയുന്ന കോമഡിയേക്കാളും ഉപരി കാണുന്നവന്റെ മൈൻഡ് സെറ്റ് ആണ് എല്ലാം തീരുമാനിക്കുന്നത്. അതിനെയും കൂടി മാനിച്ച് വേണം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നൊരു തമാശ പറയാൻ. വളരെ സൂക്ഷിക്കണം. ഉള്ളത് പറയാലോ, നല്ലോണം സൂക്ഷിക്കണം. എന്തായാലും ബാക്കി കൂടി കേട്ടോക്കാം. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു തന്നപ്പോഴാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ റോങ് ഇൻറ്റൻഷനിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാറിപ്പോയി എന്ന് നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതുവരെ ഞാൻ മനസ്സാ വാചാ കർമ്മണ ലക്ഷ്മണ അറിയാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ചിന്തിക്കാതെ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. എൻ്റെ മൈൻഡിൽ എന്താണ്, രായമാണിക്ക സ്റ്റൈലിൽ ഈ സാധനം അങ്ങോട്ട് പോയാണ്, ഞാൻ അങ്ങനെ രീതി പറഞ്ഞു പോയല്ലേ. അപ്പോൾ എൻ്റെ ഉദ്ദേശശുദ്ധി അതാണ്. അപ്പോൾ ആ രീതിക്ക് അങ്ങോട്ട് പറഞ്ഞ് അങ്ങ് പോയ കാര്യം അവിടെ നിന്ന് തിരിച്ച് നിങ്ങളുടെ കമൻസ് കണ്ടപ്പോഴത്തേക്കാണ് ഞാനിരുന്ന് ആലോചിക്കണം, ഓ ഇതിങ്ങനെയാണല്ലേ ആൾക്കാർ വ്യാഖ്യാനിക്കപ്പെട്ട, അല്ലെങ്കിൽ ഇതിനിങ്ങനെ ഒരു അർത്ഥമുണ്ടല്ലേ എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനും ആൾക്കാർ പല രീതിയിൽ കിണ്ടിയും കീറിയും മുറിച്ചും പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെ വേറെ രീതിക്ക് പല രീതിക്കും വ്യാഖ്യാനിക്കപ്പെടും. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ, അതായത് കേൾക്കുന്ന ആളിൻ്റെ ആ ഒരു മനസ്സ്, അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതി, അല്ലെങ്കിൽ അവരുടെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നും ഈ സംഭവങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് മാറിപ്പോകും. അതാണ്. അങ്ങനെ ഒരു തിരിച്ചറിവ് ഇപ്പോഴെങ്കിലും നിനക്കുണ്ടായല്ലോ, വളരെ നല്ലത്. ഇനി അങ്ങോട്ട് വ്ളോഗുകൾ ചെയ്യുന്ന സമയത്ത് ഒന്ന് സൂക്ഷിച്ചാൽ മതി, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇതുകൊണ്ടൊന്നും നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെക്ക. നീ അങ്ങോട്ട് അടിച്ചു പൊളിച്ച് ജീവിക്ക്, കല്യാണമൊക്കെ തകൃതിയായിട്ട് നടക്കട്ടെ. ആൾക്കാർ ചീത്ത വിളിച്ചെന്ന് വിചാരിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ജസ്റ്റ് ടെമ്പററി മാത്രം. അടുത്ത കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ ആൾക്കാർ നിന്നെ വിട്ട് വേറെ കണ്ടന്റ് നോക്കി പോകും. അല്ലാണ്ട് കൊല്ലത്തിൽ 365 ദിവസം നിന്നെ ആലോചിച്ചിരിക്കാൻ പോണില്ല ആൾക്കാർ. സോ അത് മനസ്സിലാക്കി ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കാം. ഇനി പേഴ്സണൽ ലൈഫ് വെച്ച് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് അസ്ഥാനത്തുള്ള കോമഡികളൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് ശ്രദ്ധിക്കാം. അപ്പൊ പിന്നെ കുറെയൊക്കെ നമുക്ക് ആളുകളുടെ ഓഡിറ്റിംഗിൽ നിന്നും തെരുവിളികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ എനിക്കിവിടെ അരുൺജയോട് പറയാനുള്ളത്, ഇത് ആലോചിച്ച് കുത്തിരിക്കാതെ നന്നായി മുന്നോട്ട് പോവുക, കല്യാണമൊക്കെ അടിച്ചു പൊളിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.